മറ്റൊരു വാർത്തയിലേക്ക്. ഹരിത വിഷയത്തിൽ ഔദ്യോഗിക പക്ഷത്തിന് തിരിച്ചടി. ഫാത്തിമ തഹ്ലിയ അടക്കം നടപടി നേരിട്ടവർക്ക് പുതിയ പദവി. ഇതിൻ്റെ വിവരങ്ങളുമായി റിയാസ് KMR ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. റിയാസ്, നേരത്തെ ഹരിത വിഷയം വലിയ വിവാദം സൃഷ്ടിച്ചതാണ്. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കാത്ത ലീഗിൻ്റെ ഔദ്യോഗിക നടപടികളൊക്കെ വലിയ വിമർശനത്തിന് പാത്രമായതാണ്. എന്താണിപ്പോൾ ഈ ഫാത്തിമ തഹ്ലിയ അടക്കമുള്ളവർക്ക് പദവി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? ഇതിൻ്റെ വിശദമായ വിവരം എന്താണ്? അജിംഷാദ്, നേരത്തെ ഹരിത വിഷയത്തിൽ മാറ്റി നിർത്തപ്പെട്ട നേതാക്കൾ, ഒന്ന് ഫാത്തിമ തഹ്ലിയ, MSFന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നേരത്തെ ഫാത്തിമ തഹ്ലിയ. ഒപ്പം തന്നെ ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിട്ടുണ്ടായിരുന്ന മുഫീദ തസ്നിയും നജ്മ തബ്ഷീറയും, ഒപ്പം ഇവരെ പിന്തുണച്ചതിന് നടപടി നേരിടേണ്ടി വന്ന MSFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ലത്തീഫ് തുറയൂർ അടക്കമുള്ള നേതാക്കൾ. ഇവരെയാണ് ഇപ്പോൾ വീണ്ടും പാർട്ടി പരിഗണിച്ചിരിക്കുന്നത്. ഇവർക്കെതിരായ നടപടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ്, ഒരു മാസം മുൻപ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു. ഇവർക്കെതിരായ നടപടികൾ അത് സ്റ്റേ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പുതിയ പദവികളിലേക്ക് നിയമിക്കുന്നത് സംബന്ധിച്ച് അതാത് ഘടകങ്ങൾക്ക് തീരുമാനിക്കാമെന്നൊരു നിർദ്ദേശം ഈ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തന്നെ, നേതൃത്വം തന്നെ ഇപ്പോൾ ഇവരെ പുതിയ പദവികളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഫാത്തിമ തഹ്ലിയെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും, ഒപ്പം തന്നെ ഈ നജ്മ തബ്ഷീറയെ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടും നിയമിച്ചപ്പോൾ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ഈ മുഫീദ തസ്നിയെ നിയമിച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം തന്നെ നടപടിയൊന്നും നേരിടാതിരുന്ന ആഷിഖ് ചെലവൂരുണ്ട്. ആഷിഖ് ചെലവൂരിനെയും ദേശീയ വൈസ് പ്രസിഡന്റായി, യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായി നിയമിച്ചിട്ടുണ്ട്. ഒപ്പം ഇവർക്കൊപ്പം നടപടി നേരിടേണ്ടി വന്ന MSFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് തുറയൂരിനെ MSFന്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് ദേശീയ വൈസ് പ്രസിഡന്റായും നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഹരിത വിവാദങ്ങൾക്ക് അറുതി വരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി. തീർച്ചയായും, അതായത് ഈ വിഷയത്തിൽ അന്ന് രംഗത്തെത്തിയിരുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് SMS അടക്കമുള്ളവ. കാരണം സ്ത്രീ വിരുദ്ധമായ പരാമർശം, വളരെ മോശമായ ഭാഷയിൽ ഇവരെ നേരിട്ടത്, ഇതൊക്കെയായിരുന്നു പരാതിയായി ഉയർന്നിരുന്നത്. അതിനൊക്കെയുള്ള നടപടി ഉണ്ടോ? അത് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ? അതോ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സമവായം എന്ന അർത്ഥത്തിലാണോ ഈ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുന്നത്? എന്തായാലും MSFന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK നവാസിനെതിരെയായിരുന്നു ഇവർ ഹരിത നേതാക്കൾ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നത്. അവർ പാർട്ടി നടപടി നേരിട്ടപ്പോൾ പോലും ഈ നവാസിനെതിരെയായ പരാതി പാർട്ടി ഫോറങ്ങളിൽ പറയുമ്പോൾ പോലും പുറത്ത് മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങൾ കൃത്യമായ രീതിയിൽ സംരക്ഷിച്ച് മുസ്ലിം ലീഗിന്റെ ശബ്ദമായി നിലകൊണ്ടു എന്നുള്ളതാണ് ഫാത്തിമ തഹ്ലിയും നജ്മ തബ്ഷീറയും മുഫീദ തസ്നിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ലത്തീഫ് തുറയൂരാണ് പിന്നെയും ഒരല്പം വ്യത്യസ്തമായി പാർട്ടിക്കെതിരെ ശക്തമായ ഒരു പ്രതികരണം നടത്തിയ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ ഫാത്തിമ തഹ്ലിയും നജ്മ തബ്ഷീറയും ഒക്കെ പാർട്ടി ഫോറങ്ങളിൽ തങ്ങളുടെ എതിരഭിപ്രായങ്ങൾ കൃത്യമായി പറയുമ്പോഴും പാർട്ടിയെ പൊതുവായ രീതിയിൽ പ്രതിരോധിക്കുന്നതും സംരക്ഷിക്കുന്നതുമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഒപ്പം ഈ നവാസിനെതിരായ പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഈ ഒരു ഹരിത വിഷയം രമ്യമായി പരിഹരിക്കുക, ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നൊരു നയം മുസ്ലിം ലീഗ് എടുത്തു. അത് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ നേരിട്ട് ഈ ഹരിത വിഷയത്തിൽ മാറ്റി നിർത്തപ്പെട്ട നേതാക്കൾ, അത് ഫാത്തിമ തഹ്ലിയ ആയാലും നജ്മ തബ്ഷീർ ആയാലും മുഫീദ തസ്നി ആയാലും ലത്തീഫ് തുറയൂരായാലുമുള്ള നേതാക്കളെ പരിഗണിക്കണമെന്നൊരു അഭിപ്രായം ഈ സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വരികയും അതോടുകൂടി അവരെ എതിർത്തിരുന്ന ഭാഗത്തിന് അത് ഇവരെ പ്രതിരോധിക്കാനാവാത്ത ഒരു സാഹചര്യം വരികയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവർക്കെതിരായ നടപടികളും നീക്കങ്ങളും എല്ലാം തന്നെ മരവിപ്പിച്ചുകൊണ്ട്, റദ്ദാക്കിക്കൊണ്ട് ഒരു തീരുമാനം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇന്നിപ്പോൾ അവർക്ക് പുതിയ പദവി നൽകപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിമ തഹ്ലിയെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PK നവാസ് വിഭാഗം ഏതർത്ഥത്തിലാണ് എടുക്കുന്നത്? പ്രത്യേകിച്ച് ഈ ലത്തീഫ് പരസ്യമായി പോലും ഇവർക്കെതിരെ പ്രതികരിച്ചതാണ്, PK നവാസിനൊക്കെതിരെ. അന്നത്തെ വാർത്തകൾ ഓർമ്മപദങ്ങളിലുണ്ട്. ലത്തീഫ് ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. മാത്രമല്ല, എന്തായാലും ഈ
പി കെ നവാസ് പക്ഷത്തിന് ഇതിൽ ചെറിയൊരു അമർഷം ഉണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോഴും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. പാണക്കാട് തങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ ആശീർവാദത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് എതിർസ്വരങ്ങൾ ഉണ്ടായാൽ പോലും അത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു സാധ്യമായ ഒരു കാര്യമല്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ അവസാന വാക്കായി എപ്പോഴും പറയുന്നത് അത് പാണക്കാട് തങ്ങന്മാരുടെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതായിരിക്കും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ നവാസിനും ഒപ്പം തന്നെ അവർക്കൊപ്പമുള്ള ആളുകൾക്കും സാധിക്കുന്ന ഒരു കാര്യം. എന്തായാലും പാർട്ടി ഒരു തീരുമാനമെടുത്തു, ആ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ ആശീർവാദം ഇവർ തേടിയതിനു ശേഷമായിരിക്കും പുതിയ ചുമതല ഈ ഫാത്തിമ തെഹ്ലിയായാലും നജ്മ തബ്ഷീറായാലും മുഫീദ തസ്നിയായാലും ഏറ്റെടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം പാണക്കാട് പാണക്കാട് തങ്ങളുടെ അനുമതി, സംസ്ഥാന അധ്യക്ഷന്റെ അനുമതി കൂടി വാങ്ങിയ ശേഷം മാത്രമേ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കൂ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത ഉള്ളൂ എന്നാണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജിംഷാദ്.